എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 പൈസ? അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ? നിക്കല്ലേ. ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ? ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തികയില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. 1/2 ഇഞ്ച്. അല്ല, ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരുപ്പ് വരെ അല്ലേ? അല്ല, ചെരുപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാൻ നീളമുള്ള ട്രൗസർ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് ഒന്നുമില്ല. അതെ, ഇന്നീ കുട്ടി എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരും ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ 2 കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ, പോ ചെല്ല്. മിസ്റ്റർ പ്രഭാകർ, നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ? വല്ല മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചാ പോരെ? അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീയൊക്കെ പാന്റ് അല്ല എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല. ഉണ്ണിയില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം 1-ാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. ആനയാണ്. എന്താടോ ഇത് ആനയ്ക്കുള്ളതാ? അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ, ഉപകാരം. രണ്ടും ഒന്ന് തന്നെ മാഷേ. സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ഛായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാണ്. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ അവിടെ നിൽക്കേ. അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ. യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല. വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുമോ മാഷെ? അങ്ങോട്ട് തോന്നിക്ക്. ഉണ്ണിയ എന്താ മാഷെ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കാണാനെന്നും പറഞ്ഞു ഒരുത്തടി പഠിക്കാതെ കയറിപ്പോയത് അടിച്ചു അവന്റെ പോടോ അങ്ങാണെങ്കിലും. എന്നാ കൃഷ്ണൻകുട്ടി കടയുടെ ഉദ്ഘാടനം? അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മൂമ്മയുടെ 16 അടി എന്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ, ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ, ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ. ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ ഇങ്ങോട്ട് വാനെ. കത്ത് മേടിക്കാനേ. ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനേ കത്ത്. ഇങ്ങോട്ട് മേടിക്കും. മേടിച്ചോ? മേടിക്കാനകത്ത് അങ്ങനെ. അതെ, ഈ തുമ്പിക്കൈയിൽ വെച്ചിട്ടേ ഈ ലഡു ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞേ. തനിക്കല്ല, അവന്. ഉണ്ണി ഈ ലഡു കൊടുക്കാനേ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ. എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല, ഞാൻ പറഞ്ഞതാ. ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. തന്നെ ഇത്രോ? OHMYDEAR. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാർ എഴുതൂലേ അതുപോലത്തെ.
ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോകണം. ഇത് ആർക്കാ? അമ്മൂന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മുതലാളിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ? ഇത് ആഹാരത്തിന് ശേഷം 3 നേരം. ഇത് വേദനയുള്ളപ്പ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ തന്നാ താൻ അവൾക്ക് കൊടുക്കുന്ന വയറിളക്കാനുള്ള മരുന്നായിരിക്കുമല്ല. വന്നേ വന്നേ. കിട്ടിയാ? കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ടാ കിട്ടൂന്ന്. ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. വിസയ ഏ, അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്. നിറച്ചു ചട്ടമ്പികളാ. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളറ് കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂലേ? റോളർ തന്നെയാടാ കാശ്. ഇത് വിസ, ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസയൊന്നും അല്ല, ഇത് ലവ് ലെറ്ററാ, പ്രേമലേപനം. ലവ് ലെറ്ററാ? ഹു ആർ യു? ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത. അത് ശരി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ് ലെറ്റർ. ഒരു കാര്യം ഉറപ്പായി, അവൻ പഠിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എഴുതാനാ? അല്ലടോ, വിദ്യാഭ്യാസമുണ്ടെന്ന്. നോക്കൂ, കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി, അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്നേഹവും ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടിയില്ല. ഓടപെട്ടെ, ഞാൻ എന്റെ മുതലാളിയാ. മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ നിക്ക്. 2 മുഴം എടുത്തോ. ഞാൻ വെക്കാം. ഹായ്, വൃത്തിയായിട്ട മണം. കൂതല് നടക്കടാ ഗോപേട്ടാ. ഉണ്ണി, ഇനി അവനെ തൊണ്ടതിന്റെ കൈ ഞാൻ വെട്ടും. അടിയടാ, അടി കോംപ്രമൈസ് ഇല്ല. എനിക്കൊന്നും പറ്റില്ല. അടിയടാ അവനെ. ഉണ്ണി, വേണ്ട. അവന്റെ തലക്ക് തരൂ. അയ്യോ അയ്യോ വേണ്ട. മോനെ, എവിടെയാ മോനെ? ഇവിടെയാണ് തല്ലി. ഉണ്ണി, കുത്തി വളർത്തണ. ഉണ്ണി,
ഇതെന്താ ചേനെ, ഇതെന്താ തക്കാളി, അയ്യോ വെച്ചേക്ക് വലത്ത. അടിയടാ. അയ്യോ ഉണ്ണേട്ടാ, അമ്മേ, അയ്യോ. ബുദ്ധി വേണോടാ. ഉണ്ണി വേണ്ട. നിനക്കെങ്കിലും കുറച്ച് ബോധം ഔട്ടാവും ഞാൻ വിചാരിച്ചത്. ഡാ, ഇതാരാണെന്നറിയോ? എന്റെ ശിഷ്യരാ. മാഷല്ല അപ്പുറം. ഞാനിവന്റെ ആശാനായിരുന്നു രക്ഷപ്പെട്ട്, മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ പ്രസന്റ് സാർ. കണക്ക് കണക്ക്. ഒരാളും കൂടി ഉണ്ട്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്നിട്ട് കടം പറഞ്ഞു. ഇനി തിരിച്ചു കയറുന്നോ? നമ്മുടെ പണിക്കരല്ലേ അത്? താൻ എവിടെയായിരുന്നു പണിക്കരെ? താനെന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മാഷുടെ മകൻ ഉണ്ണികൃഷ്ണനില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക? അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത്. അവനെ നഷ്ടപ്പെട്ട അന്നു മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെയപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നൂന്ന്, അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന്. ഇതിലേതാ മാഷെ സംഭവിച്ചത്? എടോ പണിക്കരെ, ഉണ്ണി വന്നു. ഉണ്ണി വന്നു? എവിടെ? നിക്കണു ഉണ്ണി. നീ അങ്ങ് തടിച്ച നിക്കണു ഉണ്ണി. ഓ അയ്യോ, തൃപ്തിയായി. മോനെ അയ്യോ, ഇത്രയും കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം തന്നൂല്ലോ. എന്റെ ഉണ്ണി, അന്ന് നീ എവിടേക്കാ പോയി? പണിക്കരെ, മുണ്ട് മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10-17 കൊല്ലമായിട്ട് മുണ്ട് മുറുക്കന്നെയാ നടക്കണേ, പട്ടിണിയായിട്ടേ. ഇത്രയും കാലം പണിക്കരേട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില് ரொம்ப അഴകാന ഇടം, അങ്ക നിന്നും കർണാടക, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടേ ഹിന്ദിമേ ബോലോ ബായ്. അച്ഛാ അച്ഛാ, ബഹുത്ത് അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ. ഏതായി കുട്ടി? അല്ലേ, പണിക്കരുടെ മകളാ. ഓഹോ, ഏത് പണിക്കരുടെ? ഓ, അച്ഛാ, ആ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവാ ഞാൻ. അമ്മോ മോളെ, അച്ഛനെ എന്നെ മനസ്സിലായില്ലോടി. അമ്മോ മോളെ. അച്ഛന് മോനെ മനസ്സിലായിട്ടാ. കെട്ടിപ്പിടിച്ചോ.